ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ്. അപ്പോൾ ഇന്ന് നമുക്കൊരു സൺഡേ ഇൻ മൈ ലൈഫ് കാണാം. അപ്പോൾ സൺഡേ എന്ന് പറഞ്ഞാൽ ഫൺഡേ ആണല്ലോ. അപ്പോൾ രാവിലെ ഒരു 8 മണിക്കൊക്കെ എണീച്ചിട്ട് നമ്മൾ റുട്ടീൻ വർക്ക്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നല്ല ചൂട് ചായ മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ കുടിച്ചു. പിന്നെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ പിന്നെ കുളിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഉലുവക്കഞ്ഞി കുടിച്ചു. അപ്പോൾ ഒരു ഈവനിങ് വരെയുള്ള വിശേഷങ്ങളിൽ ഞാൻ ഫുൾ ഒരു ഓട്ട ഏറ്റിനിടെ പോലെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ അവസാനം തൊട്ട് നമ്മൾ അടിപൊളിയിൽ പ്രൊഡക്റ്റീവ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ എല്ലാവരും അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ രാവിലെ തന്നെ കിച്ചണിൽ നല്ല അടിപൊളി കട്ട്ലേറ്റിൻ്റെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. എന്നിട്ട് ലഞ്ചിന് നമുക്ക് നല്ല ചിക്കൻ കറിയും ചോറായിരുന്നു ഉണ്ടായത്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പായസം കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു, പാൽപ്പായസം. എന്നിട്ട് ഈവനിങ് നമ്മളൊരു സുഖനിദ്രയൊക്കെ കഴിഞ്ഞ് എണീച്ച് വരുമ്പോഴേക്കും 2 കട്ട്ലേറ്റും സോസും അതുപോലെ തന്നെ നല്ല കാപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ കുടിച്ചു. എന്നിട്ട് കുറച്ച് നേരത്തെ ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വരുമ്പോഴേക്കും നല്ല വരിക്കച്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. അപ്പോൾ ഇത്ര നേരം ഒരു വാട്ടർ ഗേറ്റിൻ്റെ ഡേ കണ്ട പോലെ ഉണ്ടാവും. ഇനി നമ്മുടെ പ്രൊഡക്റ്റീവ് മൂഡ് ഓൺ ആയിട്ടുണ്ട്. സോ ഗൈസ്, ഇപ്പോൾ ടൈം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 6:45 ആയിട്ടുണ്ട്, 6:45 സംതിങ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നത്തേക്ക് ഒരു ടു ഡു ലിസ്റ്റ് പോലെ ചെയ്തിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ രാവിലെ തൊട്ട് വലിയ കാര്യമായിട്ടൊന്നും പ്രൊഡക്റ്റീവായിട്ട് ചെയ്തിട്ടില്ല. സോ ഞാൻ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് ചെയ്ത് തീർക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്തിരുന്നൊരു ഫീലിംഗ് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ടു ഡു ലിസ്റ്റ് പോലെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഹിന്ദി നോട്ട് കംപ്ലീറ്റ് ആക്കാം. എന്നിട്ട് ഞാൻ ബാക്കിയൊക്കെ ഇങ്ങനെ പറഞ്ഞു തരാം. ഈ ലെറ്റർ ഉണ്ടല്ലോ, ഈ ലെറ്റർ ഞാൻ 2 എഴുതി. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഡയറി എഴുതാനുണ്ടായിരുന്നു. അതുമല്ല, ഇത് കുറച്ച് കൊളായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു പൊതുവായിട്ടുള്ള ശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഞാൻ കൂട്ടി ഒട്ടിക്കും, കാരണം വൃത്തി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഫുള്ള് പേജ് ഒട്ടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് മാറ്റാം. അങ്ങനെ ഇത് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് ഇവിടെ ഞാൻ ഡയറിയിൽ നിന്ന് എഴുതിയിട്ട് ആ ഒരു ഡയറിയുടെ ക്വസ്റ്റ്യൻ എഴുതാമെന്നാണ് വിചാരിക്കുന്നത്. സോ ഞാൻ ഡയറി എഴുതിയിട്ട് കാണാം. അപ്പോൾ കുറേ ദിവസം ഈ ഒരു ലൂപ്പ് തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് പ്രൊഡക്റ്റീവായിട്ടൊക്കെ മാറ്റാം. അപ്പോൾ 6:30 ആകുമ്പോഴേക്കും ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഞാൻ സെറ്റായിട്ട് ടു ഡു ലിസ്റ്റൊക്കെ എഴുതിയിട്ട് നമ്മൾ സെറ്റായിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ടേബിളിലേക്ക് വന്ന് നോക്കിയപ്പോൾ ഒരാഴ്ചത്തെ മൊത്തം കച്ചറയും ബുക്കും ഒക്കെ വാരി വിതറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് വേഗം ഞാൻ ക്ലീനപ്പ് ചെയ്തു. ഞാൻ എങ്ങനെയല്ലോ അറിയുന്ന ഹിന്ദിയും ഒക്കെ വെച്ചിട്ട് ഞാൻ ഹിന്ദി നോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഡയറി മാത്രം എഴുതാനുണ്ടായിട്ടു. ആ ഡയറി ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ടെക്സ്റ്റൊക്കെ വായിച്ചിട്ട് അതിലും കുറച്ച് തട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫസ്റ്റ് പണിയായിട്ട് ഹിന്ദി നോട്ട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അത് നോട്ട് എന്നല്ല, ഡയറി എഴുതാനുണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ടൈം നോക്കിക്കഴിഞ്ഞാൽ 7 എന്തോ ആയി. ടിക്കിടാം. അപ്പോൾ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഒരു മധുരത്തിന് ഞാൻ അങ്ങനെ ചക്കച്ചോളയൊക്കെ എടുത്ത് കഴിച്ചു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടാസ്കിലേക്ക് കിടക്കാം. ബിസിനസ് സ്റ്റഡീസിന് 1 ഷോട്ട് കണ്ടു തീർക്കാം. അപ്പോൾ അത് ഞാൻ ക്ലാസ് തുടങ്ങിയോ നോക്കട്ടെ. അപ്പോൾ അങ്ങനെ ഹിന്ദിയും കാര്യങ്ങളൊക്കെ എഴുതി തീർക്കുമ്പോഴേക്കും ഒരു 7:10 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ലൈവും കാര്യങ്ങളൊക്കെ 7 o'clock തന്നെ ഷാർപ്പായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 1.5x ഇട്ടിട്ട് നമ്മുടെ ക്ലാസ് കാണാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ തുടക്കമൊക്കെ നല്ല ആവശ്യത്തിന് അങ്ങ് പോകുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഒന്നാമത് ഇങ്ങനത്തെ തിയറി സബ്ജക്റ്റ് കേൾക്കുമ്പോൾ നല്ല ഉറക്കം അങ്ങ് വരും. സോ ഇപ്പോൾ ഒരു 8:30 ആയിട്ടുണ്ട്. അപ്പോൾ ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം ബ്രേക്ക് എടുത്തിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ബ്രേക്ക് എടുക്കണം ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഇസ്തിരിയും ഇട്ട് വെക്കാം. അങ്ങനെ നാളത്തേക്കുള്ള ഡ്രസ്സ്, അതായത് തിങ്കളാഴ്ചത്തേക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇസ്തിരി ഇട്ടു. പിന്നെ കുറച്ചൊരു ഫോൺ കാര്യങ്ങളൊക്കെ സ്ക്രോൾ ചെയ്തിട്ട് നമ്മൾ ക്ലാസ്സിലേക്ക് വീണ്ടും തിരിച്ചു വന്നു. അങ്ങനെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ക്ലാസ് അടിപൊളിയായതുകൊണ്ട് ഞാൻ പിന്നെ ഒരു കമൻറ്റ് കൂടി ഇട്ടു. എന്നിട്ട് പിന്നെ നമ്മുടെ ആ ഒരു ടു ഡു ലിസ്റ്റ് ടിക്കും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ CA യുടെ നോട്ടും അതുപോലെ തന്നെ എക്കണോമിക്സിൻ്റെ നോട്ടും ഞാനിന്ന് ചെയ്യുന്നില്ല, കാരണം എക്കണോമിക്സ് നാളെ ഇല്ല. അതുപോലെ തന്നെ CA തൽക്കാലത്തേക്ക് നാളെയല്ല നമ്മളോട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ആ 2 കാര്യങ്ങൾ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഇംഗ്ലീഷ് പാസ്റ്റ് പെർഫെക്റ്റ് ആ സംഭവമൊക്കെ ഒന്ന് ജസ്റ്റ് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പഠിക്കലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇംഗ്ലീഷും എങ്ങനെയല്ലോ പഠിച്ചു കഴിഞ്ഞു. അതൊക്കെ കഴിയുമ്പോഴേക്കും 10:30 കടന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് സൺഡേ ഡേ ഇൻ മൈ ലൈഫ് തന്നെ ഷോർട്സ് ഒന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും 11:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.